ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആൺകുട്ടികളുടെ കുർത്തയാണ്. അതിൻ്റെ അകത്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇതാട്ടോ വർക്ക്. സിമ്പിളല്ല, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ഫ്ലവറാണ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതേപോലെ ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചുണ്ടാക്കി വെച്ചേക്കണെയാണ്. അപ്പം ഇതുപോലെ സാധാ ഡിസൈനിൻ്റെ ഷീറ്റുകളാണ്. നമ്മൾ ഇതിന് മുമ്പൊക്കെ കുറേ വർക്കുകൾ ചെയ്തത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ നമുക്കൊന്ന് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഈ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ലോട്ടസിലൊന്ന് നമുക്ക് വൈറ്റ് കൊണ്ടൊന്ന് അങ്ങ് പെയിൻറ്റ് ചെയ്യാം. എൻ്റെ ബ്രഷ് എല്ലാം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം നല്ല റെഡ് കളർ വെച്ചിട്ടൊന്ന് സിമ്പിളായിട്ട് എൻ്റെ ബ്രഷൊക്കെ പോയിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഭംഗിയായിട്ടൊന്ന് വരച്ചു കൊടുക്കണം അതിൻ്റെ ഔട്ട്ലൈൻ. അതാണ് അതിൻ്റെ ഭംഗി. ഫിനിഷിങ് ആവാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ച് മാത്രം പിങ്കും പിന്നത്തെ റെഡും അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ ഇതിനും വ്യത്യസ്ത കളർ കൊടുക്കാവേ. ഇതിനകത്ത് 4-5 ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊക്കെ റെഡ്, ഇനി ഈ വൈറ്റിന് പകരം നമുക്ക് ബേസ് റെഡ് കൊടുത്തിട്ടും അങ്ങനെയും ചെയ്യും. ഫ്ലവറിൻ്റെ ബാക്കി ഇലകളൊക്കെ ഒന്ന് ചെയ്യാം. ഇലയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഈ ബ്ലാക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ പച്ച മാത്രം ഇട്ട് അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്യുക. അതായിരിക്കും അതിൻ്റെ ഭംഗി. എൻ്റെ വർക്ക് ഇത്രയും ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്തേക്കണേ. പിങ്കും റെഡും ഒക്കെ ചെയ്തു. ഇത് ഞാനൊരു ഇങ്ങനെ പഴുത്ത ഇല പോലെ വരത്തക്ക രീതിയിലാണ് ഇത് ചെയ്തേക്കണേ, ഈ ഫ്ലവർ അല്ല ഈ ഇല. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.
അപ്പോൾ നിങ്ങൾക്ക് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.